മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേടം മുതൽ കന്നി രാശി വരെയുള്ളവരുടെ വർഷം 2025 ജൂലൈ 7-ാം തീയതി തിങ്കളാഴ്ച മുതൽ 13-ാം തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ശുക്രൻ തൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിലും, സൂര്യനും ഗുരുവും മിഥുനം രാശിയിലും, ബുധൻ കർക്കടകം രാശിയിലും, ചൊവ്വയും കേതുവും ചിങ്ങം രാശിയിലും, രാഹു കുംഭം രാശിയിലും, ശനി മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച നിൽക്കുന്നത്. ചന്ദ്രൻ ഈ ആഴ്ച വൃശ്ചികം, ധനു, മകരം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിലും അല്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദമടങ്ങുന്ന മേടക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. മേടം രാശിക്കാർ ആഴ്ചയുടെ ആരംഭത്തിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ. ഈ സമയത്ത് മനസ്സിനല്പം അശാന്തി അനുഭവപ്പെടുന്നതായിരിക്കും. സാമ്പത്തികപരമായി ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ ചിലവുകൾ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും. ഈ സമയത്ത് കരിയർ, ബിസിനസ് എന്നിവയിൽ ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതികൾ സാമാന്യഗതിയിലാകുന്നതുമായിരിക്കും. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പേയ്മെൻറ്റുകൾ റിലീസാകുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. വിദ്യാർത്ഥികൾക്കും ഇത് വളരെ അനുകൂല സമയമായിരിക്കും. വീക്കെൻഡ് നല്ലതായിരിക്കും. ആരോഗ്യസ്ഥിതികളും സാമാന്യമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. ഇനി കാർത്തിക 2, 3, 4 പാദങ്ങൾ രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. വരുമാനം വർദ്ധിക്കുന്നതാണ്. കരിയറിൽ പുരോഗതി ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർ തങ്ങളുടെ കർമ്മമേഖല വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. യാത്രകൾ ചെയ്യുന്നതാണ്. യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. എങ്കിലും ഈ സമയത്ത് വാഹനം, മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാനും ശ്രദ്ധിക്കണം. അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും. ടെക്നിക്കൽ സ്റ്റുഡൻസിന് സമയം വളരെ അനുകൂലമായിരിക്കും. ഇൻ്റർവ്യൂവിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും. വീക്കെൻഡ് വളരെ നല്ലതായിരിക്കും. സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതാണ്. ആരോഗ്യസ്ഥിതികളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 6 ആയിരിക്കും. ഇനി മകയിരം 3, 4 പാദങ്ങൾ തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. ഈ സമയത്ത് ധനാഗമനം ഉണ്ടാകുന്നതാണ്. ഇത് ചിലപ്പോൾ കടം കൊടുത്ത പൈസയുമൊക്കെ ആകാൻ സാധ്യതകളുണ്ട്. നിങ്ങളുടെ വിരോധികൾ ഈ സമയത്ത് നിഷ്ക്രിയരായിരിക്കും. ഹൗസിംഗ് ലോൺ, വെഹിക്കിൾ ലോൺ, പേഴ്സണൽ ലോൺ എന്നിവയ്ക്കും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ദാമ്പത്യ ജീവിതവും സുഖകരമായിരിക്കും. ജീവിത പങ്കാളിയുടെ കരിയർ, ബിസിനസ് എന്നിവയിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. വിവാഹാദി കാര്യങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും.
ആഴ്ചയുടെ അവസാന സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അതിനാൽ എത്ര ചെറിയ പ്രശ്നം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇനി പുണർതം 4-ാം പാദം, പൂയം, ആയില്യമടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും. ഈ സമയത്ത് കരിയർ, ബിസിനസ് എന്നിവയിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും. സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും. ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും. രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ്. ഡോക്ടർ, വക്കീൽ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ആർക്കിടെക്റ്റ്, അതുകൂടാതെ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതായിരിക്കും. പ്രത്യേകിച്ചും മഹിളകളെ സംബന്ധിച്ചിടത്തോളം സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. സാമ്പത്തിക സ്ഥിതികൾ ഈ സമയത്ത് നല്ലതായിരിക്കും. പൈസ സേവ് ചെയ്യുവാനും നിക്ഷേപങ്ങളും മറ്റും നടത്തുവാനും സാധിക്കുന്നതായിരിക്കും. വീക്കെൻഡ് നല്ലതായിരിക്കും. കുടുംബത്ത് അതിഥികളുടെ ആഗമനമുണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇനി മകം, പൂരം, ഉത്രം 1-ാം പാദം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. പ്രോപ്പർട്ടി സംബന്ധമായ കാര്യങ്ങളിൽ നല്ല റിട്ടേൺസ് ലഭിക്കുന്നതായിരിക്കും. പുതിയ വാഹനം വാങ്ങുവാൻ യോഗം കാണുന്നുണ്ട്. ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും. മാതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് വീട്ടിലേക്ക് സുഖഭോഗ വസ്തുക്കൾ വാങ്ങുന്നതാണ്. രാഷ്ട്രീയത്തിലുള്ളവർക്കിത് നല്ല സമയമായിരിക്കും. പൊതുജനപ്രീതി വർദ്ധിക്കുന്നതും പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും. ഇൻകം വർദ്ധിക്കുന്നതാണ്. അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട്. ഇത് ചിലപ്പോൾ ഇൻഷുറൻസ്, ലോട്ടറി എന്നിവ കാരണമോ അതല്ലെങ്കിൽ കടം കൊടുത്തതും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച പൈസയുമൊക്കെ ആകാം. സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. കരിയർ, ബിസിനസ് എന്നിവയിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. വീക്കെൻഡ് നല്ലതായിരിക്കും. ആരോഗ്യസ്ഥിതികൾ ഇംപ്രൂവ് ആകുന്നതാണ്. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 8 ആയിരിക്കും. ഇനി ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും. നിങ്ങളുടെ ആത്മധൈര്യത്തിൽ നല്ല വർധനവുണ്ടാകുന്നതും അത് കരിയറിൽ നല്ല പുരോഗതി വരാൻ ഇടയാക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് മേലധികാരികളുടെ എല്ലാ അപ്രീസിയേഷനും ലഭിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും. നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതാണ്. പുതിയ വീട് വാങ്ങാനോ അതല്ലെങ്കിൽ പഴയ വീടിൻ്റെ റിപ്പയറിംഗ് മറ്റും ചെയ്യാനോ സാധ്യതകളുണ്ട്. പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും. ബിസിനസ്സിൽ പ്രോഫിറ്റ് വർദ്ധിക്കുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ വിരോധികൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും. വീക്കെൻഡ് വളരെ നല്ലതായിരിക്കും. കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങളും മറ്റും നടത്തുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. ഇതാണ് മേടൻ രാശി മുതൽ കന്നി രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ. തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ വീഡിയോയുടെ 2-ാം പാർട്ടിൽ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.